കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ബെൻസിന്റെ ഡെലിവറി പോലെ ഉണ്ടല്ലേ. പക്ഷെ സംഭവം അതല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു കണ്ടീഷൻ കണ്ടില്ലേ, അതായത് മൊത്തം ചെളി പിടിച്ച് പൂച്ചൊക്കെ കയറി ഇറങ്ങിയ ഈ ഒരു കണ്ടീഷനിലുള്ള ബെൻസിനെ ഭാവിയിൽ ഒരു സ്ക്രാച്ച് പോലും വരാത്ത രീതിയിലേക്ക് മാറ്റിയെടുത്ത കഥ, അതായത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്ക് മാറ്റിയെടുത്ത ഒരു കഥയാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോണത്. നമ്മളെല്ലാവരും വണ്ടി പ്രാന്തന്മാരാണ്. അപ്പൊ വണ്ടിയുമൊക്കെ ഒരു സ്ക്രാച്ച് വീണ്, പ്രത്യേകിച്ച് പുതിയ വണ്ടിയുമൊക്കെ ഒരു സ്ക്രാച്ച് വീണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം തന്നെ പൂട്ടാ. എന്റെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ്. എന്തായാലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ സ്ക്രാച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു പെയിന്റ് പ്രൊട്ടക്ഷൻ കൂടെ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജർമ്മൻ ക്ലബിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടത്. ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പോയി. സെറാമിക് കോട്ടിങ്, ഗ്രാഫൈൻ കോട്ടിങ്, അതേപോലെ തന്നെ പ്രോഫിൻ കോട്ടിങ്, പെയിന്റ് കറക്ഷൻ, അത്തരത്തിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന പെയിന്റ് പ്രൊട്ടക്ഷൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിലെല്ലാം യൂസ് ചെയ്യണ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഫുൾ ജർമ്മൻ ടെക്നോളജി വെച്ചിട്ടുള്ള ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 10 ദിവസത്തിന് ശേഷം കാർ ഡെലിവറി എടുക്കാൻ വേണ്ടി വരാണ് കേട്ടോ. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കിളി പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പെയിന്റ് കറക്ഷനും സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ